ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് ക്രൊമാറ്റോഗ്രാഫി. ഒരു ലായകത്തിൽ ഒന്നിലധികം ലീനങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അവയെ വേർതിരിച്ചറിയാനാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിക്കുന്നത്. ഇപ്പം ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിച്ചറിയാൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫാണ്. അപ്പം ഒരു പദാർത്ഥത്തിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങൾ തിരിച്ചറിയാൻ. ഉദാഹരണം ചായത്തിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിച്ചറിയാൻ. അതുപോലെ തന്നെ രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാൻ. ഇതിനൊക്കെയാണ് ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിക്കുന്നത്. ഒരു ലായകത്തിൽ ഒന്നിലധികം ലീനങ്ങൾ ഉണ്ടെങ്കിൽ അവയെ തിരിച്ചറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫിയാണ്. ഇപ്പൊ ചായത്തിൽ നിന്ന് അതിന്റെ ഘടകങ്ങൾ വേർതിരിക്കാനും അതുപോലെ രക്തത്തിലെ വിഷപദാർത്ഥങ്ങൾ വേർതിരിച്ചറിയാനും ഒക്കെ ക്രൊമാറ്റോഗ്രാഫി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരം അതിശോഷണമാണ്. ക്രൊമാറ്റോഗ്രാഫിക്ക് ആധാരം അതിശോഷണമാണ്. നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രാഫിയാണ്. ഇവിടെ നിറമുള്ള പദാർത്ഥങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചായങ്ങളിലുള്ള ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ നമ്മൾ ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിക്കുന്നു. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗർഭത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയർന്ന പ്രതിഭാസമാണ് കേശികത്വം. എന്താണ് കേശികത്വം? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്നെങ്കിൽ അത് കേശികത്വമാണ്. അപ്പം എന്താണ് കേശികത്വം? ഭൂഗർഭത്തിനെതിരായിട്ട് സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഈ ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം. അപ്പം ഫിൽട്ടർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽട്ടർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം. ഒരു മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ ആ മിശ്രിതം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സ്വേദനമാണ്, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. സ്വേദനം നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? സ്വേദനം എന്ന് പറയുന്നത് നമ്മളൊരു മിശ്രിത പദാർത്ഥത്തിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് സ്വേദനം, ഡിസ്റ്റിലേഷൻ. അപ്പം അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതാണ്, അതായത് നീരാവി ആവുന്നതാണ്. പക്ഷെ മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതാണെങ്കിൽ നമ്മൾ ആ മിശ്രിതം വേർതിരിക്കാനായിട്ട് സ്വേദനം ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതാണെങ്കിൽ മറ്റുള്ളവ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ സ്വേദനം എന്ന മാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത് ആ പദാർത്ഥത്തെ ആ മിശ്രിതത്തെ വേർതിരിക്കാൻ. ഇനി ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് സ്വേദനം. അപ്പൊ ആ സ്വേദനത്തിന് ഉദാഹരണം ചോദിച്ചാൽ ഉപ്പുവെള്ളത്തിൽ നിന്ന് നമുക്ക് ഉപ്പ് വേർതിരിച്ചെടുക്കണം, ജലവും വേർതിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ സ്വേദനം വഴിയാണ് അത് ചെയ്യുന്നത്. അപ്പം സ്വേദനത്തിന് ഉദാഹരണം ചോദിച്ചാൽ ഉപ്പിനോടൊപ്പം ജലവും വേർതിരിച്ചെടുക്കുന്നത്. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം. അപ്പൊ തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ ഉള്ള ഒരു മിശ്രിതമാണെങ്കിൽ ആ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അവയെ വേർതിരിക്കാനും സ്വേദനം ഉപയോഗിക്കാറുണ്ട്. അപ്പം തിളനിലയിൽ വ്യത്യാസമുള്ള പദാർത്ഥങ്ങളാണ് ഒരു ദ്രാവകത്തിൽ അടങ്ങിയിട്ടുള്ളെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മിശ്രിതം തമ്മിൽ കലരുന്ന ദ്രാവകങ്ങളാണ് അടങ്ങിയിട്ടുള്ള ഒരു മിശ്രിതത്തിൽ നിന്ന് നമുക്ക് വേർതിരിക്കണമെങ്കിൽ അപ്പം അതിന്റെ തിളനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അവയെ സ്വേദനം മൂലം വേർതിരിക്കാൻ കഴിയും. അങ്ങനെ അതിന് ഉദാഹരണമാണ് ഇപ്പം ജലവും അസറ്റോണും കലർന്ന മിശ്രിതം